കല്യാണം കഴിഞ്ഞ് കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ഒരു ചെറിയ ബ്രേക്കിലോട്ട് പോയി. അപ്പോഴും കുഞ്ഞുകാലത്തെ ഉണ്ടായിരുന്ന സ്വപ്നമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക എന്നത്. ഏറ്റവും പുറകിൽ നിൽക്കുന്ന കുട്ടിയും ഏറ്റവും ഒന്നാമത് വരണം എന്നൊരു ചിന്തയോടെയാണ് എല്ലാ ടീച്ചേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്തത്. കോളേജിൽ പാസ് ഔട്ട് ആയപ്പോൾ ഒരു ടീച്ചർ ആവണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും വേറൊരു ജോലിയാണ് പ്രിഫർ ചെയ്യേണ്ടി വരിക എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ ടീച്ചർ എന്ന സ്വപ്നത്തിലെത്തിക്കാൻ എൻ്റെ സിവിലിയൻസ് ഒരുപാട് സഹായിച്ചു. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, എൻ്റെ പേര് ആതിര. 2016 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് സിവിൽ എഞ്ചിനീയറിംഗ് ഡിസ്റ്റിൻഷനോടെയാണ് ജയിച്ചത്. എന്നിട്ട് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. കല്യാണം കഴിഞ്ഞ് കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ഒരു ചെറിയ ബ്രേക്കിലോട്ട് പോയി. അപ്പോഴും കുഞ്ഞുകാലത്തെ ഉണ്ടായിരുന്ന സ്വപ്നമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക എന്നത്. അതിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും എനിക്കതിനായിട്ട് ശ്രമിക്കാൻ പറ്റിയില്ല. എങ്കിലും എൻ്റെ രീതിയിൽ പുസ്തകങ്ങൾ വായിക്കുകയും നോട്ട് തയ്യാറാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 1-2 പരീക്ഷ എഴുതിയപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. അങ്ങനെ എന്നായാലും ഒരു ജോലി നേടിയെടുക്കണമെന്നൊരു സ്വപ്നം മനസ്സിലുണ്ടായിരുന്നു. അതിനായിട്ട് 2023 നടന്ന PWD ഇറിഗേഷൻ ഗ്രേഡ് 3 എക്സാമിനാണ് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തത്. ആ സമയത്ത് ഞാൻ സിവിലിയൻസിൻ്റെ റാഷവർ കോഴ്സ് കാണുകയുണ്ടായി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, റാഷവർ ഇത്രയും നല്ലതാണെങ്കിൽ ഡയറക്റ്റ് ക്ലാസ്സോ ഓൺലൈൻ ക്ലാസ്സോ എത്രയോ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ എന്തായാലും സിവിലിയൻസിൻ്റെ കോഴ്സ് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് എടുക്കുകയുള്ളൂ എന്ന് ഞാൻ അന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ PWD ഗ്രേഡ് 3 എക്സാം കഴിഞ്ഞു. കൂടുതൽ ക്വസ്റ്റ്യന് റാഷവറിൽ നിന്ന് തന്നെ കിട്ടി. നല്ല റാങ്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് ആ ലിസ്റ്റ് സ്റ്റേ ചെയ്തു. അടുത്ത പ്രിപ്പറേഷൻ എനിക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഓവർസിയർ സ്റ്റാൻഡേർഡ് 2024 ക്ലാസ്സാണ് ഞാൻ ജോയിൻ ചെയ്തത്. ക്ലാസ് തുടക്കത്തിൽ തന്നെ വളരെ ഇഷ്ടമായി. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി അതിനെ പടിപടിയായിട്ട് ഓരോ സ്റ്റെപ്പിലോട്ട് അങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയായിരുന്നു ഓരോ ക്ലാസ്സും എടുത്തിരുന്നത്. എല്ലാ ഫാക്കൽറ്റിയും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. ഞങ്ങൾക്ക് ആരെയും ഒരു കുറവ് പറയാൻ തോന്നിയിട്ടില്ല എനിക്ക്. കാരണം എല്ലാവരും വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഏറ്റവും പുറകിൽ നിൽക്കുന്ന കുട്ടിയും ഏറ്റവും ഒന്നാമത് വരണം എന്നൊരു ചിന്തയോടെയാണ് എല്ലാ ടീച്ചേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്തത്. മെൻ്റൽ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. കാരണം ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സാണ്, ഇവിടെ എത്തുന്നില്ല. പക്ഷെ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും അതായത് എക്സാമിൻ്റെ സമയമാകുമ്പോൾ നമുക്കൊരു ആശ്വാസമായിരുന്നു. അവരുടെയൊക്കെ വാക്കുകളും പ്രചോദനമായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ പഠിക്കാനുള്ള സമയം എനിക്ക് റെക്കോർഡഡ് ക്ലാസ്സാണ് കണ്ടുകൊണ്ടിരുന്നത്. വീട്ടിൽ കുഞ്ഞുങ്ങളും ഹൗസ് വൈഫ് എന്ന നിലയ്ക്ക് അതിൻ്റേതായ ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെയും അതായത് അവർ ഉറങ്ങി എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. കിട്ടുന്ന സമയം വളരെ ഫലപ്രദമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് സിവിലിയൻസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2024 പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്ക് സൂപ്രണ്ടൻ്റ് എക്സാം വന്നതും ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം വന്നതും. എൻ്റെ ഒരു ആഗ്രഹം ഒരു ടീച്ചർ ആവുക എന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് വേണ്ടി ഞാൻ കൂടുതൽ എഫർട്ട് ഇടാൻ തുടങ്ങി. കൂടുതൽ സമയം അതിനുവേണ്ടി കണ്ടെത്താനും പഠിക്കാനും ഒക്കെ ശ്രമിച്ചു. സിവിലിയൻസിൻ്റെ ക്ലാസ് അതിനുവേണ്ടി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് 19ാമത്തെ റാങ്കായിരുന്നു സ്റ്റേറ്റ് വൈഡ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. കോളേജിൽ പാസ് ഔട്ട് ആയപ്പോൾ ഒരു ടീച്ചർ ആവണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും വേറൊരു ജോലിയാണ് പ്രിഫർ ചെയ്യേണ്ടി വരിക എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ ടീച്ചർ എന്ന സ്വപ്നത്തിലെത്തിക്കാൻ എൻ്റെ സിവിലിയൻസ് ഒരുപാട് സഹായിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. ഞാൻ ഇവിടെ ഫാക്കൽറ്റീസിന് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്ത് സന്തോഷം പങ്കുവച്ചു. നിലവിൽ ഞാൻ ആര്യനാട് വാട്ടർ സപ്ലൈ സെക്ഷനിൽ ഓവർസിയർ ഗ്രേഡ് 3 ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ഈ ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്തി ഞാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ മുഖങ്ങൾ ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓർക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്തവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ എല്ലാവരും ഇന്നും എൻ്റെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ടീച്ചേഴ്സ്, സിവിലിയൻസിലെ ടീച്ചേഴ്സ്, എൻ്റെ പേരൻസ്, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുമക്കൾ വരെ എന്നെ പഠിക്കാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, നമുക്കൊരു തീവ്രമായൊരു ആഗ്രഹമുണ്ട്. നമ്മളതിനു വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ കൂടെ സിവിലിയൻസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് നേടിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് സിവിലിയൻസ് തന്നെയാണ് ചൂസ് ചെയ്യാൻ പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്ക് ഏറ്റവും മികച്ച കോച്ചിങ് സിവിലിയൻസ്. ലേൺ ഫ്രം ദി ബെസ്റ്റ്.